എന്നോട് പലരൊക്കെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഒരു 10,000 രൂപയിൽ താഴെ മികച്ച സ്മാർട്ട് ഫോൺ ഏത് എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് പലരും. പക്ഷേ ഞാൻ അപ്പോഴൊക്കെ മറുപടി കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. 10,000 രൂപയിൽ താഴെ നമ്മളൊരു സ്മാർട്ട് ഫോൺ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഒരു പക്ഷേ കൃത്യമായിട്ട് നടക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടില്ല എന്ന്. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പല കാര്യങ്ങളുടെയും വിലകളെല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ചിപ്പ് ഷോർട്ടേജും ഒക്കെ വന്നു. അതുപോലെ സ്മാർട്ട് ഫോൺ മാനുഫാക്ചറിങ്ങിന് മൊത്തത്തിൽ കോസ്റ്റ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മികച്ച സ്മാർട്ട് ഫോൺ നമുക്കൊരു പോക്കറ്റ് കാലിയാക്കാതെ വാങ്ങണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എങ്ങനെയായാലും ഒരു 10,000 രൂപയ്ക്ക് മുകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു 11,000 രൂപയ്ക്ക് നമുക്ക് വാങ്ങാവുന്ന ഒരു മികച്ച സ്മാർട്ട് ഫോണാണ് ഷവോമി പുറത്തിറക്കിയിരിക്കുന്ന റെഡ്മി 10. മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ക്യാമറ മൊഡ്യൂളിന് ചുറ്റുമുള്ള ഈ ഒരു ഏരിയ ഒരു വലിയ ഏരിയ ആയിട്ട് നൽകിയിരിക്കുന്നു. ഇവിടെ ഇതുപോലെ റെഡ്മി എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കിലാണ് ഇത്തരത്തിൽ ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 2 ക്യാമറകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. എന്നാൽ ഇതൊരു LED ഫ്ലാഷ് ലൈറ്റാണ്. ഇതിനകത്ത് ഒരെണ്ണം ഒരു ഡമ്മി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ലൈൻസ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ഫിംഗർ പ്രിൻ്റ് ഒന്നും അങ്ങനെ പതിയും തരത്തിലുള്ള ഒരു ബാക്കല്ല നൽകിയിരിക്കുന്നത്. ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ നല്ല റിജിഡാണ് ബാക്ക് എന്ന് പറയേണ്ടി വരും. അത് നമ്മളിതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് അതിൻ്റെ ബാക്ക് ഒട്ടും പൊള്ളയൊന്നുമല്ല, നല്ല ഒരു സ്റ്റേഡി ആയിട്ടുള്ള ബാക്ക് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഫോണിൻ്റെ തിക്നെസ് വന്നിട്ട് 9.13 മില്ലിമീറ്റർ ആണ്. സാധാരണ സ്മാർട്ട് ഫോണുകൾ, ഇന്ന് വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളും 8.8 സംതിങ് ആയിരിക്കും അതിൻ്റെ ഒരു തിക്നെസ്. പക്ഷേ ഇവിടെ ആ കാര്യത്തിൽ ഒരു അല്പം തിക്നെസ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഇൻ ഹാൻഡ് ഫീലിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റും 203 ഗ്രാമാണ്. സാധാരണ 200 ഗ്രാമിൽ താഴെയുള്ള ഫോണുകളാണ് ഞാനൊരു ഐഡിയൽ വെയിറ്റ് ആയിട്ട് ഞാൻ കരുതുന്നത്. പക്ഷേ ഇവിടെ 203 ഗ്രാം ഓക്കെ ആണെന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ ഒരു 203 ഗ്രാമിലേക്ക് ഒരു ഫോണിൻ്റെ വെയിറ്റ് എത്താനുള്ളൊരു കാരണം 6000 mAh എന്ന ഒരു ഹ്യൂജ് ബാറ്ററി ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് കൊണ്ടാണ് വെയിറ്റ് അല്പം കൂടിയിരിക്കുന്നത്. 6.7 ഇഞ്ചിൻ്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ HD ഡിസ്പ്ലേ ആണ്. ഇന്ന് വരുന്ന മിക്ക ഫോണുകളും ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇത് ആ ഒരു പ്രൈസ് കട്ടിന് വേണ്ടിയിട്ടായിരിക്കണം ഡിസ്പ്ലേ HD റെസൊല്യൂഷനാണ് നൽകിയിരിക്കുന്നത്. ഓർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന പല സ്മാർട്ട് ഫോണുകളും ഫുൾ HD+ ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ ഉണ്ട് എന്നുള്ളതും ഞാൻ ചേർത്ത് പറയട്ടെ. അതുപോലെ ഈ ഒരു ഡിസ്പ്ലേക്ക് 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. നോർമൽ റിഫ്രഷ് റേറ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഈ ഒരു ഡിസ്പ്ലേയുടെ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 400 നിറ്റ്സ് ആണ്. ഓക്കെ ആണ്, കണ്ടില്ലേ? നല്ല ഫുൾ ബ്രൈറ്റ്നസ് വയ്ക്കുമ്പോൾ 400 നിറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ ആണെന്ന് പറയേണ്ടി വരും. എസ്പെഷ്യലി ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷനിലൊക്കെ ഈ ഒരു 400 നിറ്റ്സ് ഓക്കെ ആണ്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ഫ്രണ്ട് ക്യാമറ ഇത്തരത്തിലൊരു വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ താഴ്ഭാഗത്ത് ഈ ചിഹ്നം എന്നറിയപ്പെടുന്ന ഏരിയ, അതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് ഒരു എബോ ആവറേജ് ആണെന്ന് പറയേണ്ടി വരും. ആൻഡ്രോയിഡ് 11 അധിഷ്ഠിതമായി ഷവോമിയുടെ യൂസർ ഇൻ്റർഫേസിൻ്റെ ലേറ്റസ്റ്റ് വെർഷനായിട്ടുള്ള MIUI 13 ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാകുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് MIUI 13 ലഭിക്കുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. ഫിംഗർ പ്രിൻറ്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫോണിൻ്റെ ബാക്ക് സൈഡിലാണ്. അത് ഒരുവിധം തരക്കേടില്ലാത്ത രീതിയിൽ ഫാസ്റ്റായിട്ട് തന്നെ ഫോൺ അൺലോക്ക് ചെയ്യാൻ സഹായിക്കുന്നുമുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5 നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഡുവൽ ബാൻഡ് വൈഫൈയുടെ സപ്പോർട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മോണോ സ്പീക്കറാണ്. ഫോണിൻ്റെ ബോട്ടം സൈഡിലാണ് ഈ ഒരു ഫോണിൻ്റെ സ്പീക്കർ നൽകിയിരിക്കുന്നത്. അതിൽ നിന്നുള്ള സൗണ്ട് ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൗണ്ട് ഔട്ട്പുട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇതിലെ പ്രൈമറി സെൻസർ ആയിട്ടുള്ള 50 മെഗാ പിക്സലിൻ്റെ ആ ഒരു ക്യാമറ അതിൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ 2 മെഗാ പിക്സലിൻ്റെ പോർട്രേറ്റ് സെൻസർ അത്ര വലിയൊരു സംഭവമൊന്നുമല്ല. മാത്രമല്ല സെൽഫി എടുക്കാനായിട്ട് ഇത്തരത്തിൽ 5 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് വാട്ടർ ഡ്രോപ്പ് നോച്ചിൽ നൽകിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന ഒരു മിക്ക സ്മാർട്ട് ഫോണുകളും ഏകദേശം ഒരു 90% സ്മാർട്ട് ഫോൺ എടുത്താലും അതിൽ വരുന്ന സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 16 മെഗാ പിക്സലിൻ്റെതാണ്. ആ സ്ഥാനത്താണ് ഇവിടെ 5 മെഗാ പിക്സലിൻ്റേത്. ഓർക്കുക, ഫോണിൻ്റെ പ്രൈസ് കൂടി ചേർത്ത് വേണം അത് വായിക്കാൻ. എന്നിരുന്നാലും ഒരു 8 മെഗാ പിക്സൽ ഞാൻ ഈ ഒരു ഫോണിനകത്ത് സെൽഫി ക്യാമറയായിട്ട് ആഗ്രഹിച്ചു പോകുന്നുണ്ട്. 6000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിന് പവർ പകരുന്നത്. മാത്രമല്ല അത് ചാർജ് ചെയ്യാനായിട്ട് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനത് നൽകിയിട്ടുമുണ്ട്. എന്നിരുന്നാലും ഫോണിൻ്റെ ബോക്സിനോടൊപ്പം 10 വാട്ടിൻ്റെ ഒരു ചാർജർ മാത്രമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 10 വാട്ടിൻ്റെ ചാർജർ ഉപയോഗിച്ചുകൊണ്ട് 6000 mAh ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഏകദേശം ഒരു 3-4 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പോൾ ഒരു പെട്ടെന്നൊന്ന് ഈ ഫോൺ ഫുൾ ചാർജ് ചെയ്തുകൊണ്ട് എവിടെയെങ്കിലും പോകണമെന്നൊക്കെ വെച്ചാൽ പാടായിരിക്കും. പക്ഷേ നമ്മൾ സാധാരണ എപ്പോഴാണ് ഫോൺ ചാർജിനിടുന്നത്? രാത്രി കാലങ്ങളിൽ നമ്മൾ ഉറങ്ങുമ്പോൾ ഫോൺ ചാർജിനിട്ടിട്ട് രാവിലെ ഫോൺ ചാർജിൽ നിന്ന് ഊരുകയാണ്. അത്രക്കാർക്ക് അതൊരു പ്രശ്നമല്ല. പക്ഷേ
നമ്മുടെ കയ്യിൽ ഒരു 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വേറെ ഏതെങ്കിലും ഫോണിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഈ 6000 mAh ചാർജ് ചെയ്യാനും സാധിക്കും. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് 6000 mAh ബാറ്ററി നൽകിയിരിക്കുന്നു എന്നുള്ളത് ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ആണ്. പ്രധാനമായിട്ടും ഈ ഫോണിനകത്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന 2 ഫീച്ചറുകൾ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 680 എന്ന പവർഫുൾ ആയിട്ടുള്ള 6nm പ്രോസസർ നൽകിയിരിക്കുന്നു എന്നുള്ളതും 6000 mAh കൊടുത്തിരിക്കുന്നു എന്നുള്ളതുമാണ് ഈ ഒരു ഫോണിൻ്റെ പ്രധാനപ്പെട്ട 2 ഹൈലൈറ്റ് പോയിന്റുകൾ. മിഡ് നൈറ്റ് ബ്ലാക്ക്, പസഫിക് ബ്ലൂ, കരീബിയൻ ഗ്രീൻ എന്നീ 3 നിറങ്ങൾ ലഭ്യമാകുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് പസഫിക് ബ്ലൂ എന്ന കളർ വേരിയൻ്റ് ആണ്. അടുത്തതായിട്ട് ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. 4GB 64GB ആണ് സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 10,999 രൂപയാണ്. അതുപോലെ 6GB 128 എന്ന് പറയുന്ന ഹയർ വേരിയൻറ്റ്, അതിൻ്റെ വില 12,999 രൂപയാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഇതൊരു 9,999 രൂപ, 10,000 രൂപയിൽ താഴെ വിലയ്ക്ക് വിറ്റിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയെന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ എനിക്കറിയാം അത് അങ്ങനെ സാധ്യമല്ല എന്ന് എനിക്കറിയാം. കാര്യം ഇപ്പോഴത്തെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ചിപ്പ് ഷോർട്ടേജ് ഉണ്ട്. നേരത്തെ ആദ്യത്തിൽ തന്നെ പറഞ്ഞ പോലെ ഫോണിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റൊക്കെ കൂടി. അപ്പോൾ ഒരു പക്ഷേ നേരത്തെ ഉള്ള ഒരു രീതി അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ ആരും ഈ ഒരു ഫോണിനെ ഒരു 10,000 രൂപയിൽ താഴെ വിലയെ പ്രതീക്ഷിക്കുകയുള്ളൂ. പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ചാണ് ആ ഒരു 10,000 രൂപയിൽ താഴെ എന്നുള്ളത് 11,000-ലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. എന്നിരുന്നാലും ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നതിന് വേണ്ടി ഒരുപാട് പൈസ മുടക്കാൻ താല്പര്യമില്ലാത്തവർക്കും ഷവോമി എന്ന ബ്രാൻഡ് ഇഷ്ടമുള്ളവർക്കും തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഷവോമിയുടെ റെഡ്മി 10 എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ. പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരു കുറച്ചുകൂടി പ്രൈസുള്ള സ്മാർട്ട് ഫോണുകൾ ലഭ്യമാകുന്ന കുറേ കാര്യങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭ്യമാകില്ല എന്നുകൂടി ഓർക്കണം. അതായത് വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്, അതുപോലെ ഡിസ്പ്ലേ HD ഡിസ്പ്ലേ ആണ്, തുടങ്ങിയ കാര്യങ്ങൾക്ക് ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.